Hi dear students, welcome to politics class. How are you? I hope all are fine. Today we can start a second chapter. Our second chapter is Role of the Government in Health. In a democracy, people expect the government to work for their welfare. This could be through the provision of education, health, employment, housing, or the development of roads, electricity, etc. India is a democratic country. Here the expectation of the people that the government work for our welfare. What is the meaning of welfare? Yes, welfare of a person means that their health, comfort and happiness. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പീപ്പിൾസിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് വെൽഫെയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. In this chapter, we shall examine the meaning and problems related to health. Our first topic is what is health? What is health? Can you say? Health means our ability to remain free from illness and injuries. What is health means our ability to remain free of illness and injuries. But health is not only about the diseases. Other than diseases, various other factors also affect our health. ഡിസീസസോ ഇഞ്ചുറീസോ ഒന്നും ഇല്ലാത്ത അവസ്ഥേനെ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അതർ ഫാക്ടേഴ്സ് ഓൾസോ അഫക്റ്റ് അവർ ഹെൽത്ത്. ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾസ്. ഇഫ് പീപ്പിൾ ഗെറ്റ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ or a pollution-free environment or a proper nutritious food, they are likely to be healthy. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ക്ലീൻ വാട്ടർ, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്, പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡ് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായി നമ്മൾ ഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത്. ഇഫ് പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് ഫുഡ് ടു ഈറ്റ് ഓർ ഹൗ ടു ലീവ് ഇൻ അൺഹൈജീനിക് കണ്ടീഷൻ, they will be lead to illness. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ എന്താവുന്നുണ്ട്, നമ്മൾ ഇൽനെസ്സിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. സോ adequate ഫുഡ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് അവർ സെൽസ് ഇൻ ഗുഡ് ഹെൽത്ത്. adequate ഫുഡ്സ്, സഫിഷ്യൻറ്റ് ഫുഡ് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് എന്താവുന്നുള്ളൂ, നമ്മൾക്ക് ഒരു ഗുഡ് ഹെൽത്ത് മേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. All of us would like to be active and in good spirit in every sphere of life. നാം എല്ലാവരും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ആക്റ്റീവായിരിക്കാനും നല്ല ഗുഡ് സ്പിരിറ്റോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താവുന്നുള്ളൂ, നമ്മൾക്ക് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ആൻഡ് വി ഓൾ നീഡ് ടു ബി വിതൗട്ട് മെൻ്റൽ സ്ട്രെയിൻ. ഹിയർ a life with stress will lead to us illness. Hence we need to be without mental strain. Thus good health include healthy mind and healthy body. All of these various aspects of our lives are a part of health. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താവുന്നുള്ളൂ, ഒരു വ്യക്തിക്ക് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഇൻഡിവിജ്വൽ. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ. ഓക്കെ, നീഡ് ഫോർ ദ ഹെൽത്ത് കെയർ. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? നമ്മൾക്ക് എല്ലാവർക്കും ഹെൽത്ത് കെയറിൻ്റെ ആവശ്യമുണ്ടോ? യെസ്. ടു പ്രിവെൻറ്റ് ആൻഡ് ട്രീറ്റ് ഇൽനെസ് വി നീഡ് അപ്രോപ്രിയേറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ഓക്കെ, നമ്മൾക്ക് എന്താണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുമൊക്കെ സഹായിക്കുകയുള്ളൂ.
Healthcare facilities include health centers, hospitals, laboratories for testing, ambulance services, blood bank, etc. Many healthcare facilities are included in our country. ഇപ്പോൾ എന്താണ്, കൊറോണ എന്ന് പറഞ്ഞ അസുഖം വളരെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹെൽത്ത് സെൻറ്റേഴ്സും ലബോറട്ടറീസും ഒക്കെ വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമായിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുള്ളത് കൊണ്ട് മാത്രം എന്താണ് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോ. ഇൻ ഓർഡർ ടു റൺ സച്ച് ഫെസിലിറ്റീസ് വി നീഡ് health workers, nurses, qualified doctors and other health professionals. These persons can only advise, diagnose and treat illness. ഈ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോ. വി നീഡ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ക്വാളിഫൈഡ് നേഴ്സസ് ആൻഡ് doctors, and also we need health professionals that they can be only advise, diagnose and treat illness. ഓക്കെ, ഈ ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് രോഗവിമുക്തനാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നോ. വി ഓൾസോ നീഡ് മെഡിസിൻസ് ആൻഡ് medical equipments necessary for treating patients. Okay, these facilities are required to take care of us. Okay, can you think, do we have all this? നമ്മുടെ രാജ്യത്തിന് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും റൺ ചെയ്യാനുള്ള മെഡിക്കൽ വർക്കേഴ്സും മെഡിസിൻസും എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Now we can understood with the help of table. In our textbook we have one table, page number 20. Here we can take the first column. India has the largest number of medical colleges in the world and is among the largest producer of doctors. Approximately 15,000 new doctors qualifying every year. ഓരോ വർഷം 50,000 ഡോക്ടേഴ്സ് ക്വാളിഫൈ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വേൾഡിനെ തന്നെ ലാർജസ്റ്റ് മെഡിക്കൽ കോളേജസും ഡോക്ടേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. ആൻഡ് വി ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് പോയിന്റ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് have grown substantially over the years. In 1950s there is only 2,717 hospitals in India. In 1991 here the 11,174 hospitals, and 2000 here 18,280 hospitals. Now we can take recent year 2018. In 2018 70,000 hospitals, government hospitals in India. Okay, and next point is India gets large number of medical tourists from many countries. They come for treatment in some of the hospitals in India that compare with the best in the world. What is the meaning of medical tourists? Medical tourists എന്ന് ഉദ്ദേശിച്ചത് വിദേശത്ത് നിന്ന് ആളുകൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നവർ. അതായത് നമ്മുടെ ഇന്ത്യയിൽ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നല്ല ഡോക്ടേഴ്സ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ബെറ്റർ ആയതുകൊണ്ടും വിദേശത്തു നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ടു കമ്പയർ ദ അതർ കൺട്രീസ് അവർ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഈസ് വെരി ലെസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് India is the fourth largest producer of medicines in the world and is also a large exporter of medicines. വേൾഡിലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് എന്തിൻ്റെ കാര്യത്തിൽ? മെഡിസിൻസ്.
Okay, and also India exporting many medicines to other countries. Okay, this is the first column. Now we can take the next column. Look here. Most of the doctors settle in urban areas. People in rural areas have to travel long distance to reach a doctor. The number of doctors with respect to the population is much less in rural areas. But urban means the cities, rural means the village. Most of the doctors are settled in urban areas. അവിടെയാണ് സിറ്റികളിലാണ് കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്, വില്ലേജ് ഏരിയാസിലാണ് നമ്മുടെ പീപ്പിൾസ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഈ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് ഈ റൂറൽ ഏരിയ എന്ന പീപ്പിൾസിന് ഒരുപാട് ട്രാവൽ ചെയ്ത് വേണം ഡോക്ടേഴ്സിനെ കാണാനായിട്ട് എത്താൻ കഴിയുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് about 5 lakh people die from tuberculosis every year. This number is almost unchanged since independence. Almost 2 million cases of malaria are reported every year, and this number is not decreasing. 3 മെഡിക്കൽ ഫെസിലിറ്റീസും ഡോക്ടേഴ്സും എല്ലാം അവൈലബിൾ ആണെങ്കിലും ഒരു വർഷം തോറും 5 lakh പീപ്പിൾസാണ് ട്യൂബർക്ലോസിസ് TB എന്ന അസുഖം ബാധിച്ച് മരിക്കുന്നത്. ഒപ്പം തന്നെ എന്താണ് മലേറിയ എന്ന അസുഖവും പിടിപെട്ടുകൊണ്ട് 2 million പീപ്പിൾസിനാണ് പിടിപെടാറുള്ളത്. ഈ നമ്പർ ഒരിക്കലും ഡിക്രീസ് ചെയ്യുന്നില്ല. നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം പോലും ഈ അസുഖങ്ങളുടെ വ്യാപനത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് നൗ വി ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് പോയിന്റ്. വി ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ടു ഓൾ. 21% ഓഫ് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ വാട്ടർ ബോൺ. ഫോർ എക്സാമ്പിൾ ഡയറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ്. നമ്മുടെ ഇന്ത്യയിലുള്ള പീപ്പിൾസിന് എല്ലാവർക്കും എന്താണ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. 21% ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗം, പകരുന്ന അസുഖങ്ങൾ, ഡയറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം അതൊക്കെ എന്താണ് കൂടുതലും വാട്ടർ ബോൺ ഡിസീസസ് ആണ്. അതൊക്കെ എന്താണ് അല്ലെങ്കിൽ വാട്ടർ ബോണോ അല്ലെങ്കിൽ എയർ, ഫുഡ്, ഇതിലൂടെയൊക്കെ വരുന്ന അസുഖങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ 21% ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകുന്ന ഇതിലൂടെയാണ്, വാട്ടറിലൂടെയാണ്. എന്താണ് റീസൺ? എല്ലാ ആളുകൾക്കും എന്താണ് ക്ലീൻ വാട്ടർ, അതായത് ശുദ്ധജലം കൊടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല എന്നതാണ്. ഓക്കെ, ദെൻ half of all children in India do not get adequate food to eat, are undernourished. What? എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള പകുതി കുട്ടികൾക്ക് എന്താണ് ഭക്ഷണം, അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നില്ല. അവരെല്ലാം അണ്ടർ ന്യൂട്രീഷ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് സമൃദ്ധമായ ആഹാരം കിട്ടാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഓക്കെ, now we can take the recent year 2018 കണക്ക് നോക്കുകയാണെങ്കിൽ 8,82,000 ഡെത്ത് അണ്ടർ 5 year children. അതായത് 8 lakhs മേലെ കുട്ടികൾ 2008 അണ്ടർ ന്യൂട്രീഷ്ഡ് ആയിട്ട് മരിക്കുകയുണ്ടായി. എത്ര വയസ്സിന് താഴെ? 5 വയസ്സിന് താഴെയുള്ളത്. അതെന്ന് യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് പറയുന്നത്, 2018 കണക്ക് പ്രകാരം. ഓക്കെ, 8,82,000 children are death undernourished. Okay, this is the situation of our country. What do you understand from the first column? Can you say? Yes, India has a large number of doctors, clinics and hospitals.
Okay, in India we have a huge public health care system. What is public health care system? Can you say? This is a system of hospitals and health centers run by the government. പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആളുകൾക്കും വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഗവൺമെൻറ് റൺ ചെയ്യുന്ന അതാണ് ഇത് പബ്ലിക് health care system. Okay, it has the ability to look after the health of the large section of its population. Most of the population scattered over hundreds of thousands of villages. കൂടുതൽ ആളുകൾ എവിടെയാണ്? വില്ലേജ് ഏരിയകളിലാണ് സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ അവർ എന്താണ് ആ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനെ നോക്കുക എന്നത്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് നോട്ട് ഈസി. There are more advanced technologies and treatment procedures are available in our country. Many advanced hospitals, technologies, everything are emerging in our country. Nowadays we can take the നമ്മുടെ COVID-19 എന്ന വൈറസിനെതിരെ പ്രതിരോധിക്കാനായിട്ട് അതിനെതിരെ മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മുടെ രാജ്യത്തും പല ലാബോറട്ടറികളിലും ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. Now we can take the second column. What do you understand from the second column? It's point out how poor health situation in our countries. നമ്മൾ കണ്ട കാര്യമാണല്ലേ. With all the positive development, we are not able to provide proper health care facilities to people. ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽസുകൾ, പിന്നെ ലാർജസ്റ്റ് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയായി, എന്നിട്ടും കൂടി എന്താണ് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് വേണ്ടത്ര ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസ്ഥ പോലും അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കുക, അണ്ടർ ന്യൂട്രീഷ്ഡ് ആയിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മരിച്ചു പോകുന്നത്. ഓക്കെ, what is the reason for the not able to provide proper facilities to people? എന്തൊക്കെ റീസൺ കൊണ്ടായിരിക്കും ഈ ആളുകൾക്ക് വേണ്ടത്ര ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തത്? മെനി റീസൺസ് ഉണ്ട്. വി ക്യാൻ ടേക്ക് ദ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. വാട്ട് ഈസ് ഗവൺമെൻറ് ഓരോ വർഷം തോറും നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്ന ഗവൺമെൻറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി പോലെ ഇരിക്കും എന്താണ് അവരോരുടെ രാജ്യത്തുള്ള ആളുകളുടെ ഹെൽത്ത് എന്നത്. മറ്റൊന്നാണ് കറപ്ഷൻ. പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പലതും എന്താണ് അഴിമതിക്കാർ ആവുകയാണ്. ഇത് പണം അടിച്ചു മാറ്റി, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു വലിയ ഹെൽത്ത് കെയർ പ്രൊജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് വേണ്ട പണം അതിലേക്ക് ചെലവഴിക്കുന്നതിന് പകരം സ്വന്തം കൈകളിലേക്ക് പണം കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. പിന്നെ മറ്റൊരു റീസണാണ് പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ, സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. സോ ഇത്രയും ഫെസിലിറ്റീസ് മെഡിസിൻസൊക്കെ ഉണ്ടെങ്കിലും ഈ ഓവർ പോപ്പുലേഷനെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഫെസിലിറ്റീസ് അല്ലെ മെഡിസിൻസ് ഇതൊന്നും നമ്മുടെ രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. അവർ കൺട്രി ഹാസ് ദ മണി, നോളജ് ആൻഡ് പീപ്പിൾ വിത്ത് എക്സ്പീരിയൻസ് ബട്ട് cannot make the necessary health care available to all. Okay, now we can wind up our class. Today we discussed the health and health care in our country. Today our activity is make a list of government institutions in our പഞ്ചായത്ത്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഹോസ്പിറ്റൽസ്, സ്കൂൾസ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യാവുന്നുള്ളത്. ഓക്കെ,
You read well, study well. Thank you. Have a nice day.